ഏവർക്കും സ്നേഹ നമസ്കാരം. ട്രാവൽ വിത്ത് സിനുവിൻ്റെ സത്യം തേടിയുള്ള മറ്റൊരു അധ്യായത്തിലേക്ക് ഏവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് നമ്മുടെ റംസാൻ നോയമ്പൊക്കെ കഴിഞ്ഞു. ഇന്ന് ചെറിയ പെരുന്നാളാണ്. അപ്പോൾ ഈ സന്തോഷവേളയിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ പെരുന്നാൾ ആശംസകൾ. ഈദ് മുബാറക്. നമ്മുടെ ആഘോഷങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പരസ്പരം സ്നേഹിക്കുവാനും സന്തോഷങ്ങൾ പങ്കുവയ്ക്കാനുമുള്ള അസുലഭ നിമിഷങ്ങളാണ് ഈ ആഘോഷ ദിവസങ്ങളൊക്കെ. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഈസ്റ്റർ കഴിഞ്ഞു. ഇതാ ഇപ്പോൾ ഇന്ന് നമ്മുടെ ഈദാണ്, ചെറിയ പെരുന്നാളാണ്, ബക്രീദാണ്. ഈ ഞായറാഴ്ച വിഷുവാണ്. അപ്പോൾ ആഘോഷങ്ങൾ ഇനി കണ്ടിന്യൂസ് ആയിട്ട് വരികയാണ്. നമ്മുടെ കേരളത്തിൽ മാത്രമാണ്, എസ്പെഷ്യലി ഇന്ത്യയുടെ കാര്യമല്ല, നമ്മുടെ കേരളത്തിൽ മാത്രമാണ് ഏറ്റവും കൂടുതൽ ഇങ്ങനെ ഇത്തരത്തിലുള്ള മതസൗഹാർദ്ദത്തോടു കൂടിയിട്ട് ഏവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വിഷയിക്കുകയും സ്നേഹിക്കുകയും ആലിംഗനം ചെയ്യുകയും നമ്മുടെ സന്തോഷങ്ങൾ പങ്കുവയ്ക്കുകയും സന്തോഷത്തോടൊപ്പം തന്നെ പരസ്പരം സ്നേഹം പങ്കുവയ്ക്കുകയും ഭക്ഷണങ്ങളൊക്കെ പങ്കുവയ്ക്കുകയും ഒക്കെ ചെയ്യുന്ന നമ്മുടെ ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു മത സൗഹാർദ്ദത്തിൻ്റെ അന്തരീക്ഷം നമുക്ക് കാണാൻ സാധിക്കുന്നത് നമ്മുടെ കേരളത്തിലാണ് കൂടുതലായിട്ടും. ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഈദ് മുബാറക് നേർന്നുകൊണ്ട്, ഇന്ന് റംസാനല്ല ഈദ് ആയതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട ഒരു സ്റ്റോറിയാണ് ഞാൻ പറയുന്നത്. ഈ ദിവസം തന്നെ ഇത് പറയാനായിട്ട് തീർച്ചയായിട്ടും ഒരു കാരണമുണ്ട്. കാരണം നമ്മളെല്ലാവരും, ഞാൻ പറഞ്ഞു, ഈ ആഘോഷങ്ങൾ വരുമ്പോൾ എല്ലാവരും സന്തോഷിക്കുകയും ആഹ്ലാദിക്കുകയും ബന്ധുമിത്രാദികളെ കാണുകയും പരസ്പരം സ്നേഹവും സന്തോഷവും ഒക്കെ പങ്കുവെക്കുകയും ചെയ്യുന്ന അസുലഭ നിമിഷങ്ങളാണ് ഇത്തരത്തിലുള്ള ഈ ആഘോഷ ദിവസങ്ങൾ. പക്ഷേ ഈ ആഘോഷ ദിവസങ്ങളിൽ വളരെയേറെ ഹൃദയവേദനയോടുകൂടി നെഞ്ചു പൊട്ടി കരഞ്ഞ ഒരു ആളെ എനിക്കറിയാം. ആ ആളുടെ പേര് സൈനബ എന്നാണ്. സൈനബ എന്ന് പറഞ്ഞ ഒരു 16-കാരിയാണ്. അത്തരത്തിൽ ഇങ്ങനെയുള്ള ഒരു ദിവസം വളരെയേറെ ഹൃദയവ്യഥയോട് കൂടിയിട്ട് ഹൃദയം നുറുങ്ങി കരഞ്ഞ് തളർന്ന് അത്രമാത്രം വേദനയോട് കൂടിയിട്ട് സഹിച്ച ഒരു ദിവസം. അപ്പോൾ അത് ഇങ്ങനെയുള്ള ഒരു ഒരു ഈദിൻ്റെ ദിവസമായിരുന്നു. അതെനിക്ക് ഓർമ്മ വന്നതുകൊണ്ട് ഞാൻ ഇന്ന് സൈനബയുടെ കാര്യമാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. ഞാൻ സൈനബയെ പരിചയപ്പെടുമ്പോൾ സൈനബയ്ക്ക് വെറും 16 വയസ്സ് മാത്രമാണ് പ്രായമുള്ളത്. സൈനബയുടെ പ്രായം വെറും 16 വയസ്സാണ്. സൈനബ മലപ്പുറംകാരിയാണ്. സൈനബയുടെ ബാപ്പയുടെ പേര് നവാസ് എന്നാണ്. സൈനബയുടെ ഉമ്മയുടെ പേര് റംലത്ത് എന്നാണ്. അപ്പം റംലത്തിൻ്റെയും നവാസിൻ്റെയും 6 മക്കളിൽ ഏറ്റവും മൂത്തവളാണ് സൈനബ. അവർ ഏറ്റവും മൂത്തവ. അതുകൂടാതെ സൈനബയ്ക്ക് താഴെ 5 കുട്ടികൾ വേറെയുണ്ട്. അതായത് നവാസിനും റംലത്തിനും ആകെയുള്ള കുട്ടികൾ 6 ആണ്. 5 പെൺകുട്ടിയും 1 ആൺകുട്ടിയുമാണുള്ളത്. നവാസ് ചെറിയ കച്ചവടം ഒക്കെ ആയിട്ട് കഴിയുന്ന മലപ്പുറത്ത് കഴിഞ്ഞിരുന്ന ഒരാളായിരുന്നു. അദ്ദേഹത്തിന് പിന്നീട് ചെറിയൊരു അപകടമൊക്കെ വന്നിട്ട് ഒരു കാലിൽ ചെറിയ സ്വാധീനത്തിൻ്റെ പ്രശ്നമൊക്കെ വന്ന് ആക്രി കച്ചവടം, അങ്ങനെ ചെറിയ ചെറിയ കച്ചവടമൊക്കെ ആയിരുന്നു വന്നിരുന്നത്. സ്വന്തമായിട്ട് പക്ഷേ ഇവർക്ക് വീടില്ല, സ്ഥലമില്ല. വളരെ വളരെ പാവപ്പെട്ട ഒരു കുടുംബത്തിലെ അംഗമാണ് സൈനബ എന്ന് പറഞ്ഞ ഈ പെൺകുട്ടി. അപ്പോൾ ഈ നവാസിനും റംലത്തിനും ഞാൻ പറഞ്ഞു വീടൊന്നുമില്ല, അവർ വാടകയ്ക്കാണ് താമസിക്കുന്നത്. പിന്നെ 6 കുട്ടികളും ഇവരുടെ 2 പേരുടെ 8 വയറ് കഴിയാനായിട്ടുള്ള വളരെയേറെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ കുട്ടികളുടെ സ്കൂളിൽ പോക്കൊക്കെ മുടങ്ങി. പിന്നെ സൈനബയുടെ സ്കൂളിൽ പോക്കും സൈനബയുടെ അനുജത്തിയുടെ സ്കൂളിൽ പോക്കൊക്കെ അവർ ഇത്തരത്തിലുള്ള ഈ സാമ്പത്തിക പ്രതിസന്ധി മൂലം അവർക്ക് അതെല്ലാം നിർത്തേണ്ടി വന്നു. പിന്നെ വല്ലാത്തൊരു പരിസ്ഥിതിയിൽ കുട്ടികൾ ഇത്രയും 6 കുട്ടികളുണ്ടല്ലോ, 6 കുട്ടികളെ നോക്കണം. അവർക്ക് ഭക്ഷണം, വസ്ത്രം, പിന്നെ അവർക്ക് അസുഖം വന്നു കഴിഞ്ഞാൽ അതിൻ്റെ കാര്യങ്ങൾ ഇതെല്ലാം നോക്കണം, വാടക കൊടുക്കണം, മറ്റുള്ള പല കാര്യങ്ങളും ഉള്ളതുകൊണ്ട് വളരെ ഞെരുങ്ങിയാണ് നമ്മുടെ നവാസും അവരുടെ കുടുംബവും കഴിഞ്ഞു വെക്കേണ്ടിരുന്നത്. മുൻപൊക്കെ, ഇപ്പോഴല്ല, ഇത് അല്പം മുൻപുള്ളൊരു കാര്യമാണ്. നമ്മുടെ നേരത്തെ മലപ്പുറത്തും കോഴിക്കോടും ഒക്കെ ധാരാളം അറബി കല്യാണങ്ങൾ നടന്നിരുന്നു. അറബി കല്യാണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറബ് നാടുകളിൽ നിന്ന് അറബികൾ ഇവിടെ വന്നിട്ട്, കേരളത്തിൽ വന്നിട്ട് ഇവിടുത്തെ ചെറിയ പെൺകുട്ടികളെ വിവാഹം കഴിച്ച് അവിടേക്ക് കൊണ്ടുപോകുന്ന ഒരു പ്രവണത നേരത്തെ ഉണ്ടായിരുന്നു. അത്തരത്തിലുണ്ടായിരുന്ന അത് ഒത്തിരി നാളുകൾക്ക് മുമ്പൊന്നുമല്ല ഈ സംഭവം. ഞാൻ ഈ സൈനബയുടെ കാര്യം പറയുന്നത്. ഈ സൈനബയ്ക്ക് 15 വയസ്സ് കഴിഞ്ഞ സമയത്ത് ഒരു പ്രപ്പോസൽ വന്നു. ഇവരുടെ ഈ സാമ്പത്തിക ബുദ്ധിമുട്ട്, ഈ പ്രശ്നങ്ങൾ വന്നുകൊണ്ട് അവിടെയുള്ളൊരു മുസ്ലിയാറാണ് ഈ പ്രപ്പോസൽ കൊണ്ടുവന്നത്. ഒരു അറബിയുടെ, അയാൾ ഒമാനിലുള്ള ആളാണ്.
അപ്പോൾ ഇന്നപോലെ വന്നു സൈനബയോട് പറഞ്ഞു ഇന്നപോലെയാണ് നിൻ്റെ നിക്കാഹാണ്. അന്ന് മറ്റുള്ള കൂടുതൽ കാര്യങ്ങളൊന്നും പറയില്ലല്ലോ. അപ്പോൾ സൈനബ ഓർത്ത് ഒമാനിൽ നിന്നൊരു അറബി സുന്ദരൻ, ഒരു അറബി രാജകുമാരൻ തന്നെ വിവാഹം ചെയ്യാനായിട്ട് വരുന്നു എന്ന് മനസ്സിലാക്കിയ കൊച്ചു സൈനബ 15 വയസ്സ് തികഞ്ഞ സൈനബ വളരെയേറെ ആഹ്ലാദിക്കുകയും അല്ലെങ്കിൽ വളരെയേറെ സ്വപ്നങ്ങൾ നെയ്യുകയും ചെയ്തു. തൻ്റെ രാജകുമാരന് ഇങ്ങനെ എന്താ പറയുക, നല്ല വെളുത്ത കുതിരപ്പുറത്ത് തൻ്റെ രാജകുമാരൻ ഇങ്ങനെ വരികയും തന്നെ കുതിരപ്പുറത്ത് എടുത്തു വെച്ചുകൊണ്ട് ഇങ്ങനെ കൊണ്ടുപോകുന്ന സ്വപ്നങ്ങളൊക്കെ സൈനബ കണ്ടു തുടങ്ങി. പക്ഷേ സൈനബ കരുതിയതുപോലെ ഒന്നും ആയിരുന്നില്ല കാര്യങ്ങൾ. ഈ അറബി വന്നയാൾ, അദ്ദേഹത്തിൻ്റെ പേര് സെയ്ദ് ബിൻ അബ്ദുള്ള എന്നായിരുന്നു. അദ്ദേഹം ഒമാൻകാരനായിരുന്നു. ഒമാനിലുള്ള സീബ് എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ഒരാളായിരുന്നു അദ്ദേഹം. അങ്ങനെ അദ്ദേഹം ഇവിടെ വന്നിട്ട് ഇവർക്ക് ഈ നവാസ് ഈ കല്യാണത്തിന് സമ്മതിക്കാൻ തന്നെ കാരണം മഹറായിട്ട് കല്യാണ ചെലവുകൾ കൂടാതെ 50,000 രൂപ ക്യാഷായിട്ട് മഹറായിട്ട് അയാൾ കൊടുക്കാമെന്ന് ഈ കല്യാണം കൊണ്ടുവന്ന ഇടനിലക്കാരൻ പറഞ്ഞുകൊണ്ട് പേരിൽ മാത്രമാണ് നവാസ് ഈ കല്യാണത്തിന് സമ്മതിച്ചത്. കാരണം അവർക്ക് അത്രയേറെ പൈസയ്ക്ക് ആവശ്യമുണ്ടായിരുന്നു. ഒരു കണക്കിന് പറഞ്ഞു കഴിഞ്ഞാൽ 50,000 രൂപയ്ക്ക് തൻ്റെ മൂത്ത മകളായ സൈനബേനെ നവാസ് ഒരു അറബിക്ക് വിറ്റു എന്ന് പറയുന്നതായിരിക്കും അക്യുറേറ്റ് ആയിട്ടുള്ള, വളരെ ആപ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം. അങ്ങനെ തൻ്റെ എല്ലാ സ്വപ്നങ്ങളും വളരെയേറെ സംഗതികളുമൊക്കെ മനസ്സിൽ താലോലിച്ചിരുന്ന സൈനബ എന്ന പെൺകുട്ടി വളരെ ഭംഗിയുള്ള, വളരെ വലിയ കണ്ണുകൾ, നിറയെ കൺപീലുകളൊക്കെയുള്ള നല്ല വെളുത്ത നല്ല മിടുക്കിയായുള്ള പെൺകുട്ടിയായിരുന്നു ഈ സൈനബ എന്ന് പറഞ്ഞ പെൺകുട്ടി. ആ പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ വന്ന ആൾ 68 വയസ്സ് കഴിഞ്ഞ ഒരു അറബിയാണ്. അയാൾ ഓൾറെഡി 4 വിവാഹം കഴിച്ചയാളായിരുന്നു. അയാളുടെ 5ാമത്തെ വിവാഹമാണ് അയാൾ ഇവിടെ വന്നിട്ട് ഈ നമ്മുടെ മലപ്പുറത്ത് വന്നിട്ട് ഈ വിവാഹം കഴിച്ച് ഈ പെൺകുട്ടിയുമായിട്ട് അയാൾ പുറത്തേക്ക് പോയത്. പക്ഷേങ്കിൽ ഈ സംഭവം നടന്നത് 1999 ഈ കല്യാണം നടക്കുകയും സൈനബ അവിടേക്ക് പോവുകയും ചെയ്തത്. പക്ഷേ അന്നത്തെ സമയത്ത് ഇത്രമാത്രം നിയമങ്ങളൊന്നും ഇത്രമാത്രം കർക്കശമായിരുന്നില്ല, മറ്റുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അത്യാവശ്യം പണത്തിൻ്റെ മുകളിൽ എല്ലാം ഒന്ന് ഒതുങ്ങിപ്പോയി. കോഴിക്കോട് കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്ന് സൈനബയുടെ ഭർത്താവായ അറബിയും, ഭർത്താവ് എന്ന് പറഞ്ഞാൽ അയാൾ ശരിയായിട്ട് പറഞ്ഞ സൈനബേനെ വിലയ്ക്ക് വാങ്ങിക്കൊണ്ട് അവിടേക്ക് പോയി. അവരുടെ വീട്ടിൽ വെച്ച് രഹസ്യമായിട്ട് ഇത്തരത്തിലുള്ള ഒരു കല്യാണം പോലെ ഒരു ചടങ്ങ് നടന്നു എന്ന് മാത്രമേ ഉള്ളൂ. പൈസയൊക്കെ നവാസും റമലത്തും പൈസ കൈപ്പറ്റി. അവരുടെ അന്നത്തെ സാമ്പത്തിക സ്ഥിതിയും പരിതസ്ഥിതിയും വെച്ചിട്ട് അവർക്കല്ലാണ്ട് വേറെ യാതൊരു നിർവാഹവും ഉണ്ടായിരുന്നില്ല. വളരെ ഹൃദയവതിയോടുകൂടി, ശരിയായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സൈനബയുടെ ഉമ്മ റമലത്തിന് തന്നെ അറിയില്ലായിരുന്നു ഈ പുയ്യാപ്പിള വരുന്ന ആൾ എന്ന് പറഞ്ഞാൽ ഈ 70 വയസ്സിനോടടുത്ത പ്രായമുള്ള ഒരാളാണ് തൻ്റെ മകനെ, അതായത് അവരുടെ അപ്പനേക്കാൾ കൂടുതലായിട്ട് പ്രായമുള്ള, അതായത് റമലത്തിൻ്റെ ഉപ്പായേക്കാൾ പ്രായമുള്ള ആളാണ് ഈ അവരുടെ മകളെ വിവാഹം കഴിച്ചുകൊണ്ട് പോയത്. അപ്പോൾ മനസ്സിലാക്കാമല്ലോ എത്രമാത്രം ആ ഏജിൻ്റെ അന്തരം ഇത് ഉണ്ടാകുമെന്ന് മനസ്സിലാവുമല്ലോ. അങ്ങനെ അവിടേക്ക് കൊണ്ടുപോയി അതൊരു വലിയൊരു കൂട്ടുകുടുംബത്തിലേക്കാണ് അയാൾ കൊണ്ടുപോയി. അയാൾക്ക് ഓൾറെഡി അവിടെ 13 മക്കൾ വേറെ അവിടെ ഉണ്ടായിരുന്നു. 13 മക്കളും വേറെ 2 ഭാര്യമാരും അവിടെ ഓൾറെഡി താമസിക്കുന്ന സ്ഥലത്തേക്കാണ് ഇയാൾ ഈ സൈനബ എന്ന് പറഞ്ഞ കൊച്ചു പെൺകുട്ടി അവിടേക്ക് കൊണ്ടുപോയത്. ശരിയായിട്ട് പറഞ്ഞാൽ 70കാരനായ ഒരു വൃദ്ധന് കളിക്കാനുള്ള ഒരു കളിപ്പാട്ടം അത്രമാത്രമായിരുന്നു അയാളുടെ ഒരു ഭോഗവസ്തു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അയാൾക്ക് തട്ടിക്കളിക്കാനുള്ള ഒരു അതായിരുന്നു പാവം സൈനബ. അങ്ങനെ സൈനബ അവിടെ വന്ന 1 വർഷത്തിന് ശേഷം 70 വയസ്സ് കഴിഞ്ഞപ്പോൾ സൈനബയുടെ ഭർത്താവായിട്ടുള്ള ഈ അബ്ദുള്ള എന്ന് പറഞ്ഞ ആൾ മരണപ്പെടുകയും സൈനബ അവിടുത്തെ ഒരു അടിമയായി മാറുകയും ഒരു അടിമ ജീവിതം അവിടെ നയിക്കുകയും ചെയ്തു. ഞാൻ പറഞ്ഞു സൈനബയുടെ അബ്ദുള്ള സൈനബയുടെ ഭർത്താവാണല്ലോ. ആ ഭർത്താവിൻ്റെ മക്കളുടെ മക്കളുമായിട്ട് കൊച്ചുമക്കളുമായിട്ട് ധാരാളം ആളുകൾ ഉണ്ടായിരുന്നു. എല്ലാവരുടെയും ഒരു കളിപ്പാട്ടം തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ഒരു ഉപകരണം മാത്രമായി സൈനബ മാറുകയായിരുന്നു. സൈനബ വളരെയേറെ ക്രൂരമായിട്ട് പീഡിപ്പിക്കപ്പെട്ടു. അത് തന്നെയുമല്ല, അവിടെ ആ വീട്ടിൽ സൈനബ എല്ലാ ജോലികളും ഒരു ഷക്കാല എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഗിദാമ എന്ന് പറഞ്ഞാൽ ഒരു ഹൗസ് മെയ്ഡിൻ്റെ ജോലിയിൽ കൂടാതെ, ഹൗസ് മെയ്ഡിൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ ഹൗസ് മെയ്ഡിൻ്റെ അവിടുത്തെ വീട്ടിലെ പണികൾ മാത്രം ചെയ്താൽ മതി. പക്ഷേങ്കിൽ സന്ധ്യ മയങ്ങി കഴിഞ്ഞാൽ ഓരോ മക്കളും അവരുടെ മക്കളുമൊക്കെ ആയിട്ട് ആ വെളുക്കുവോളം സൈനബയ്ക്ക് ഓരോരുത്തരിൽ നിന്നുള്ള പീഡനങ്ങളും അത്തരത്തിലുള്ള വളരെയേറെ പൈശാചികമായിട്ടുള്ള അത്തരത്തിലുള്ള ഒരു നരകയാതനയാണ് ഈ സൈനബ എന്ന് പറഞ്ഞ ഈ പെൺകുട്ടി അനുഭവിക്കേണ്ടി വന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ വിവരം ഞാൻ അറിഞ്ഞത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ 2000 ഒരു ഈദ് സമയത്ത് ഞാൻ ഇതുപോലെയുള്ള ഒരു ഈദിന് ഞാൻ സീബിനടുത്തുള്ള ഒരു പാർക്കിൽ ഞാൻ ഇങ്ങനെ
യാത്ര ചെയ്യുകയുണ്ടായി. ഞാൻ ആ സമയത്ത് മസ്കറ്റിൽ ഞാൻ താമസിക്കുകയാണ്. ഞാൻ അവിടെ വർക്ക് ചെയ്യുന്ന സമയത്താണ്. ആ സമയത്ത് ഞാൻ അവിടെ വെച്ചിട്ട് ഞാനൊരു പാർക്കിൻ്റെ മൂലയിൽ വെച്ചിട്ട് ഒരു 5-6 കുട്ടികൾ, അതായത് 10 വയസ്സും 12 വയസ്സും ഒക്കെ ഉള്ള കുട്ടികൾ ഒരു പാവപ്പെട്ട പെൺകുട്ടീനെ അവിടെ ഇട്ട് ചവിട്ടുകയും തൊഴിക്കുകയും ചെയ്യുന്നുണ്ട് പാർക്കിൻ്റെ ഒരു മൂലയിൽ. അപ്പോൾ ആ പെൺകുട്ടി വളരെയേറെ ദയനീയമായിട്ട് എൻ്റെ അമ്മേ എൻ്റെ ഉമ്മ എന്ന് പറഞ്ഞിട്ട് മലയാളത്തിൽ ഇങ്ങനെ കിടന്ന് ഭയങ്കരമായിട്ട് കരയുകയും ഞരങ്ങുകയും മൂളുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ സൈനബയെ പരിചയപ്പെടുകയും സൈനബയിൽ നിന്ന് ഞാൻ ഈ വിവരങ്ങളൊക്കെ അറിയുകയും ചെയ്തത്. അപ്പോൾ ഈ വിവരങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ സൈനബയെ പരിചയപ്പെട്ടതും സൈനബയെ അറിയുകയും ഒക്കെ ചെയ്തതിന് ശേഷം ഞാൻ അവിടെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. ആ സമയത്ത് ഞാൻ ഇന്ത്യൻ എംബസിയുമായിട്ട് ബന്ധപ്പെടുകയും നമ്മുടെ MM ഹസനെ, നമ്മുടെ ആദരണീയ നമ്മുടെ കേരളത്തിലെ വിദേശത്തിലേക്കുള്ള അദ്ദേഹത്തെ മന്ത്രിനെ ഞാൻ ബന്ധപ്പെടുകയും അതുകൂടാതെ തന്നെ സുഗതകുമാരി ടീച്ചറുടെ അഭയയിലേക്കൊക്കെ ബന്ധപ്പെടുകയും ധാരാളം കടമ്പുകളും ധാരാളം പ്രതിസന്ധികളും ഒക്കെ ഉണ്ടായിരുന്നു. ആ സമയത്ത് ഈ സൈനബ എന്ന് പറഞ്ഞ കുട്ടീനെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തി നാട്ടിലേക്ക് മലപ്പുറത്തേക്ക് അയക്കുവാനായിട്ട്. കാരണം ഇവിടെ നിന്ന് കല്യാണം കഴിച്ചുകൊണ്ട് ഒരു 70-കാരൻ കല്യാണം കഴിച്ചുകൊണ്ട് 60 കല്യാണം കഴിച്ച് അവിടെ കൊണ്ടുപോയിട്ട് ആ കുട്ടീനെ നരകയാതന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ മരിച്ചതിന് ശേഷം ആ വീട്ടിലുള്ള സകല ആണുങ്ങളും ഈ കുട്ടീനെ ശാരീരികമായിട്ട് ഉപദ്രവിക്കുക. അവിടെയുള്ള സകല പെണ്ണുങ്ങളും ഈ കുട്ടീനെ ധാരാളം ജോലികൾ ഓവറായിട്ടുള്ള ധാരാളം ജോലികൾ കൊടുത്തിട്ട് സൈനബേനെ വളരെയേറെ ബുദ്ധിമുട്ടിപ്പിക്കുക, വളരെയേറെ ശാരീരികമായിട്ടും മാനസികമായിട്ടും ഒക്കെ പീഡിപ്പിക്കുക. ഒരു തടവ് പുള്ളി എന്നും പറഞ്ഞാൽ ശരിയാകില്ല. അത്രമാത്രം അതിലേക്ക് എത്രയോ ഭയാനകവും ക്രൂരവുമായിട്ടുള്ള ആ ഒരു പീഡന പരമ്പരയായിരുന്നു അവിടെ നടന്നിരുന്നത്. നമ്മളിപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ബ്ലസ്സിയുടെ സിനിമ ഇറങ്ങിയിരുന്നു, നമ്മുടെ ആടുജീവിതം. നജീബിൻ്റെ കഥ വളരെ മനോഹരമായിട്ട് എടുത്തു ആടുജീവിതത്തിനകത്ത്. അത് പൃഥ്വിരാജ് വളരെ മനോഹരമായിട്ട് അത് വിഷ്വലൈസ് ചെയ്ത് വന്നപ്പോൾ വളരെ മനോഹരമായിട്ടൊക്കെ മിക്കവാറും എല്ലാവരും കണ്ടു കാണുമായിരിക്കും ആ സിനിമ. പക്ഷേങ്കിൽ നമ്മുടെ ഈ സൈനബയുടെയൊക്കെ ജീവിതമൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ആ ആടുജീവിതം എന്ന് പറയുന്ന കഥ ശരിയായിട്ട് ഈ സൈനബ എന്ന് പറഞ്ഞ ഈ 15-കാരി എന്നാൽ അവിടെ 15 മുതൽ ആ കുട്ടി ഒരു 16 വയസ്സ് വരെ 2 വർഷമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. ഒരു 17 വയസ്സ് വരെ അനുഭവിച്ച് ആ നരകയാതന വെച്ച് നോക്കുമ്പോൾ ഈ ആടുജീവിതം ഒന്നും ആയിരുന്നില്ല. കാരണം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരാൾ പട്ടിണിക്കിട്ട് അയാളെ ആ രീതിയിലേക്കുള്ള ഒരു പീഡനം മാത്രമായിരുന്നില്ല അവിടെ നടന്നത്. അതിൻ്റെയൊക്കെ എത്രയോ അപ്പുറത്ത് മനുഷ്യർക്ക് നമുക്ക് ചിന്തിക്കാൻ കൂടി കഴിയുന്നതിൻ്റെ അത്രത്തേക്കുള്ള ഒരു ബാല്യം കഴിഞ്ഞ് ബാല്യം കഴിഞ്ഞ് കൗമാരത്തിലേക്ക് കടന്ന ഒരു പെൺകുട്ടി അനുഭവിച്ച യാതനകളും പീഡനങ്ങളും അത്രയേറെ പൈശാചികമായിരുന്നു. കാരണം ഇവരുടെയൊക്കെ അവിടെയുള്ള ആളുകൾ മറ്റൊരു രാജ്യത്തേക്ക് പോയി കഴിഞ്ഞാൽ അവരൊക്കെ വളരെ പിടിപാടുള്ള ആളുകളും സാമ്പത്തികപരമായിട്ടും മറ്റു പല കാര്യങ്ങളും നന്നായിട്ട് നല്ല ഹോൾഡുള്ള ആളുകളായിരുന്നു അവിടെ ഉള്ള ആളുകളൊക്കെ. അതിൽ നിന്ന് ഈ പെൺകുട്ടിയെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തിക്കൊണ്ട് നാട്ടിലേക്ക് എത്തിക്കാനായിട്ടുള്ള തീവ്രമായ പരിശ്രമത്തിന് എനിക്കതിന് സാധിക്കുകയുണ്ടായി. അതിൽ ഞാൻ ഇന്നും കൃതാർത്ഥനാണ്. ഈ പറഞ്ഞ സംഗതികൾ എൻ്റെ ഒരു ചെറിയൊരു ഈ പുസ്തകത്തിൽ ഞാൻ എഴുതിയ പുസ്തകമാണ് മരുഭൂമിയിലെ മറക്കാത്ത ഓർമ്മകൾ എന്ന് പറഞ്ഞ എൻ്റെ ഒരു പുസ്തകമുണ്ട്. അപ്പോൾ ഞാൻ സാന്ദർഭികവശാൽ ഞാനിത് പറഞ്ഞതാണ്. ഇതാണ് ആ പുസ്തകം. ഈ പുസ്തകത്തിനകത്ത് നമ്മുടെ ഈ സൈനബയുടെ കഥ, അതുപോലെ തന്നെ സൈനബയുടെയും അതുപോലെയുള്ള ധാരാളം ആളുകളുടെയും ജീവിത ഗന്ധിയായിട്ടുള്ള അവരുടെ ജീവചരിത്രം ഇതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഞാനങ്ങനെ പറഞ്ഞതേ ഉള്ളൂ ഈ പുസ്തകത്തെക്കുറിച്ച്. പുസ്തകത്തിൻ്റെ പേര് മരുഭൂമിയിലെ മറക്കാത്ത ഓർമ്മകൾ എന്നാണ് ഈ പുസ്തകത്തിൻ്റെ പേര്. അപ്പോൾ ഈ സൈനബയെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തി ഞാൻ പറഞ്ഞു ഈ സംഭവം നടന്നത് 2000 കാലഘട്ടത്തിലാണ്. അതിനുശേഷം ഇപ്പോൾ 24 വർഷങ്ങൾ കഴിഞ്ഞു പോയിരിക്കുന്നു. അതായത് 2000 അന്ന് സൈനബയ്ക്ക് 17 വയസ്സായിരുന്നു പ്രായം. ആ 17 വയസ്സായുള്ള സൈനബ ഇപ്പോൾ 2024 ഇപ്പം നടക്കുന്നത്. അപ്പം 24, 10, 34, 41 ഇപ്പോൾ സൈനബയുടെ വയസ്സ് എന്ന് പറഞ്ഞാൽ 41, 42 വയസ്സാണ്. അപ്പോൾ ഇത്രയും ദീർഘമായ ഒരു കാലഘട്ടത്തിന് ശേഷം വളരെ ആകസ്മികമായിട്ട് ഞാൻ സൈനബയെ ഈ 41ാമത്തെ വയസ്സിൽ ഞാൻ വീണ്ടും സൈനബയെ വളരെ ആകസ്മികമായിട്ട് ഞാൻ കണ്ടുമുട്ടുകയുണ്ടായി. അപ്പോൾ അതും ഞാൻ ഈ സൈനബയുടെ കാര്യം ഞാനിവിടെ പറയാനായിട്ട് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരു കാരണമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന ഇത്രയാണ്. നമ്മളുടെ നാട്ടിലെ എല്ലാവരും ആഘോഷങ്ങളും ആഹ്ലാദിക്കുന്ന സമയത്ത് വളരെയേറെ എത്രയോ ആളുകൾ വിദേശത്ത് അല്ലെങ്കിൽ പ്രവാസികളായിട്ടുള്ള ആളുകളും അല്ലാതെയുമൊക്കെ ധാരാളം ആളുകൾ ഇതുപോലുള്ള വളരെയേറെ കൊടിയ
കൂടിയ പീഡനങ്ങളേറ്റ് വളരെ മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒക്കെ വളരെയേറെ സഹിക്കാൻ നമുക്കൊന്നും ഇമാജിൻ ചെയ്യാൻ പോലും സാധിക്കാത്ത തരത്തിലുള്ള പീഡനങ്ങളേറ്റ് പലരും പല സ്ഥലത്തും പലപ്പോഴും താമസിക്കുന്നുണ്ട്. അപ്പോൾ ഈ സംഭവം ഞാൻ ഈ സൈനബയെ പരിചയപ്പെടുന്നത് 24 വർഷങ്ങൾക്ക് മുൻപുള്ള ഒരു ഇതുപോലെയുള്ള ഒരു ചെറിയ പെരുന്നാൾ ദിവസം വൈകുന്നേരം ദ്വീപിലെ ഒരു പാർക്കിൻ്റെ മൂലയിൽ വെച്ചിട്ട് കുറേ കുട്ടികൾ ഉപദ്രവിക്കുന്നത് ഞാൻ പറഞ്ഞു. ആ സമയത്താണ് കണ്ടത്. അവിടെ നിന്ന് ഞാൻ പറഞ്ഞു അതിനുശേഷം സൈനബയെ കാണുകയും പിന്നീട് മനസ്സിലാക്കുകയും സൈനബയുടെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അതെങ്ങനെയൊക്കെയാണെന്നൊക്കെ ഞാനത് വിവരിക്കാൻ വന്നു കഴിഞ്ഞാൽ ധാരാളം ഒരു വലിയ പറയും നമ്മളിത് ചുരുക്കി പറയൂ എന്ന് നിങ്ങളൊക്കെ പറയും. പക്ഷേ നമുക്കിതൊന്നും പറയേണ്ട കാര്യങ്ങൾ നമുക്ക് പറയണമല്ലോ. അത് എത്ര ചുരുക്കിയാലും അതൊക്കെ വലിയൊരു ഇതിലേക്ക് മാറും. അതുകൊണ്ട് അത് തൽക്കാലം ഇപ്പോൾ പറയുന്നില്ല. ഇതിൻ്റെ ശരിയായിട്ടുള്ള വസ്തുതകളെ എങ്ങനെയാണ് ആപ്റ്റായിട്ട് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ മരുഭൂമിയിലെ മറക്കാത്ത ഓർമ്മകൾ എന്ന പുസ്തകത്തെ ആവശ്യമുള്ളവർ അറിയിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ പുസ്തകം ഞാൻ ബൈ പോസ്റ്റ് ആയിട്ട് തീർച്ചയായിട്ടും അയച്ചു തരികയുമാണ്. അല്ലെങ്കിൽ ബുക്ക് സ്റ്റാളുകളിലേക്ക് ആ പുസ്തകം ലഭ്യവുമാണ്. അപ്പോൾ ഞാൻ ഇന്നത്തെ ഒത്തിരി ദീർഘിപ്പിക്കുന്നില്ല. ഞാൻ സൈനബയുടെ ഈ കഥ പറഞ്ഞ് ഞാനിവിടെ ഒന്ന് വൈൻഡപ്പ് ചെയ്യുകയാണ്. തീർച്ചയായിട്ടും സൈനബയ്ക്ക് എന്ത് സംഭവിച്ചു? 24 വർഷങ്ങൾക്ക് ശേഷം ആ കുട്ടീനെ ഞാൻ രണ്ടാമത് ഇപ്പോൾ 41 വയസ്സുള്ള അതിനെ ഞാനിപ്പോൾ ഇവിടെ വെച്ച് ഞാൻ തിരുവനന്തപുരത്ത് വെച്ചിട്ടാണ് ഞാൻ കണ്ടത്. അപ്പോൾ നമുക്കൊരിക്കലും ചിന്തിക്കാൻ പറ്റാത്ത, ഒരിക്കലും ഇമാജിൻ പോലും ചെയ്യാൻ കഴിയാത്ത ആ രീതിയിലേക്ക് ജീവിതം ഡൈവേർട്ട് ചെയ്ത് പോവുകയാണ് ഉണ്ടാകുന്നത്. ചിലപ്പോൾ നമ്മളൊക്കെ പറയും, ഒരു പഴഞ്ചൊല്ലുണ്ട്, നമുക്ക് ധാരാളം സങ്കടങ്ങൾ സങ്കടങ്ങളുടെ ഒരു കൂമ്പാരം നമുക്കിങ്ങനെ വന്ന് നമ്മുടെ ജീവിതം ഇങ്ങനെ നിറഞ്ഞ് കവിഞ്ഞു പോയി കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും ഒരു കയറ്റത്തിന് ഒരു ഇറക്കം ഉണ്ടാകുമല്ലോ. നമുക്ക് സന്തോഷിക്കാനായിട്ടുള്ള ആഹ്ലാദിക്കാനുള്ള ദിവസം സർവേശ്വരൻ നമുക്ക് ഒരുക്കി തരുമെന്ന് പലപ്പോഴും പറയാറുണ്ട്. പക്ഷേ ചിലരുടെ ജീവിതത്തിൽ തീർച്ചയായിട്ടും അതുണ്ടാകും. പക്ഷേ ചിലരുടെ ജീവിതത്തിൽ അത് വളരെ 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 വൈകിട്ടായിരിക്കും എത്തുന്നത്. പക്ഷേ ചിലരുടെ ജീവിതത്തിൽ അത് എത്തുമ്പോഴേക്കും അവർ മരണപ്പെടുക തന്നെ. മീൻസ് അങ്ങനെ ഒരു സംഭവം, ഒരു ആഹ്ലാദത്തിൻ്റെ ഒരു നിമിഷം ചിലരുടെ ജീവിതത്തിൽ ഒരിക്കലും സംഭവിക്കുകയും ഉണ്ടാവുകയില്ലായിരിക്കാം. പ്രോബബിളി അങ്ങനെയാണ്. അപ്പോൾ ഞാൻ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. പിന്നീട് ഞാനൊരു ദിവസം തീർച്ചയായിട്ടും നമ്മുടെ മലപ്പുറംകാരിയായ സൈനബയുടെ മറ്റുള്ള ഇപ്പോഴത്തെ ജീവിതകഥയും ജീവിതഗന്ധിയായിട്ടുള്ള അനുഭവങ്ങളുമായിട്ട് ഞാൻ പിന്നീട് വീണ്ടും ഞാൻ വരുന്നതായിരിക്കും. ഇപ്പോൾ വീണ്ടും ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഈദിൻ്റെ എല്ലാ ആഹ്ലാദങ്ങളും എല്ലാ ആനന്ദങ്ങളും സർവേശ്വരൻ എല്ലാവർക്കും പകർന്നു നൽകട്ടെ എന്നുള്ള പ്രാർത്ഥനയോട് കൂടിയിട്ട് ഇന്നത്തെ നമ്മുടെ ട്രാവൽ വിത്ത് സുനുവിൻ്റെ സത്യം തേടിയുള്ള യാത്രകൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. തീർച്ചയായിട്ടും മറ്റൊരു സത്യസന്ധമായിട്ടുള്ള സത്യാന്വേഷണത്തിൻ്റെ മറ്റൊരു എപ്പിസോഡുമായിട്ട് നാളെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടുന്നത് വരെ എല്ലാവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി, നമസ്കാരം. താങ്ക് യു.